ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ സി എസ് വിത്ത് അർഫാത്ത്. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് +1 വിദ്യാർത്ഥികളുടെ ചാപ്റ്റർ 1 ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടറിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് രണ്ടാമത്തെ പാർട്ടിലോട്ട് വരാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എന്താണെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് പ്രോബ്ലംസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അങ്ങനത്തെ ഒരു സ്റ്റഡിയാണ് കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ അത് കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടേഴ്സിന്റെ പാരമ്പര്യം മെയിൻലി 5 ജനറേഷൻസ് ആണ് കമ്പ്യൂട്ടേഴ്സിനുള്ളത്. ഓരോ ജനറേഷൻസിലും മേജർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു ഓരോ ജനറേഷനിലോട്ടും. ഒരു ജനറേഷൻ കഴിഞ്ഞ് മറ്റൊരു ജനറേഷനിലോട്ട് മാറണമെങ്കിൽ ഒരു നല്ലൊരു ടെക്നോളജി കൊണ്ടുവരണം. അപ്പോൾ അത് മീൻസ് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന രീതിയിൽ വരുമ്പോഴാണ് അടുത്ത ജനറേഷനിലോട്ട് നമ്മൾ മാറുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ജനറേഷൻ മാറുമ്പോഴും നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ചെറുതാവാൻ തുടങ്ങി, ചീപ്പർ ആവാൻ തുടങ്ങി, ഫാസ്റ്ററും മോർ റിലയബിളും. ഓക്കെ, മോർ റിലയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്തം കൂടി, മീൻസ് ട്രസ്റ്റ് വർത്തി ആയി. ഓക്കെ, നമുക്ക് വിശ്വസിക്കാം ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ജനറേഷൻസിന്റെ ഒരു മീൻസ് ഷോർട്ട് നോട്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ജനറേഷൻ, ടൈം പീരീഡ് ആൻഡ് മെയിൻ ടെക്നോളജീസ്. അപ്പോൾ ഓരോ ജനറേഷനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 1940 മുതൽ 56 വരെയായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു കാലയളവ്. ആൻഡ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. ആദ്യത്തെ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു ഇലക്ട്രോണിക് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു മെയിൻ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു ടെക്നോളജി. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു ഡാറ്റ പ്രോസസ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ഒരു തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ആയിരുന്നു. അതിന്റെ ബേസിലായിരുന്നു പ്രാക്ടിക്കൽ കോൺസെപ്റ്റിലോട്ട് നമ്മൾ മീൻസ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് പ്രാക്ടിക്കലോട്ട് വന്നത്. ഓക്കെ, അത് വെച്ചിട്ട് അതിന്റെ ബേസിലാണ് പ്രാക്ടിക്കൽ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കൊണ്ടുവന്നത്. അതിന്റെ ഉദാഹരണമാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ആൻഡ് ഇതിൽ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്തിരുന്ന പഞ്ച്ഡ് കാർഡ്സും പേപ്പർ ടേപ്സും ആയിരുന്നു. ഇതൊരു ടൈപ്പ് കാർഡായിരുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഡാറ്റ ഇതാണെന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ പ്രിന്റഡ് പേപ്പർ ആയിരുന്നു ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് മീൻസ് ഫീച്ചറോ അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം, ഇത് ബൾക്കി ആയിരുന്നു, ഭയങ്കര വലുതായിരുന്നു ഈ ഒരു സിസ്റ്റം, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. പിന്നെ ലോട്ട് ഓഫ് ഹീറ്റ്, നിറയെ ചൂട് ഇത് എന്ത് ചെയ്തു, ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, എയർ കണ്ടീഷണേഴ്സ് കൊണ്ടുവന്നു പ്രോപ്പർലി ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ENIAC ആയിരുന്നു ആദ്യത്തെ ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസറിന് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യിപ്പിക്കാം ഈ ഒരു ENIAC കമ്പ്യൂട്ടറിന്. ഇത് ഉണ്ടാക്കിയിരുന്നത് പ്രെസ്പർ എക്കേർട്ടും ജോൺ മോക്ലി എന്ന പേരുള്ള രണ്ട് സയന്റിസ്റ്റുകാരായിരുന്നു. ENIACന്റെ ഡീറ്റെയിൽസ് ആണ്. ENIAC ഒരു നല്ല നീളമുള്ള ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു. 30 to 50 അടി നീളമുണ്ട് ആ കമ്പ്യൂട്ടറിന്. പിന്നെ 30 ടൺ ഭാരമുണ്ട്. പിന്നെ 18,000 വാക്യൂം ട്യൂബ്സ് വന്നിട്ടുണ്ടായിരുന്നു അത് പ്രോസസ് ചെയ്യാൻ. അത്രത്തോളം വാക്യൂം ട്യൂബ്സ് വേണം ENIAC വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1,50,000 വാട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ENIAC വർക്ക് മീൻസ് ENIACന് അത്രത്തോളം ഇലക്ട്രിസിറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഒന്ന് പ്രോപ്പർലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതായിരുന്നു പ്രോബ്ലം. മീൻസ് ഇത്രത്തോളം പ്രോബ്ലംസും ഉണ്ട് ഒന്നാമത്. പിന്നെ വേറെ പ്രോബ്ലം എന്ന് പറയാൻ ഇതൊക്കെ തന്നെ. ദീസ് കമ്പ്യൂട്ടേഴ്സ് വർ ഹ്യൂജ്, സ്ലോ ആൻഡ് ഹാർഡ് ടു മെയിൻറ്റെയിൻ. ഓക്കെ, ഈ കമ്പ്യൂട്ടേഴ്സ് ഭയങ്കര വലുതായിരുന്നു, സ്ലോ ആയിരുന്നു, പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന രീതിയിൽ മീൻസ് ഇതൊരു ആർക്കിടെക്ചർ, ഇത് കമ്പ്യൂട്ടർ അല്ല, ഇതൊരു കോൺസെപ്റ്റ് ആണ്. ഈ ഒരു ആർക്കിടെക്ചറിന്റെ രീതിയിലാണ് ENIAC മീൻസ് ബിൽഡ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോ ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സും വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് മീൻസ് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന് ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഒരു CPU ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് വെച്ചാൽ ഡാറ്റ ടേക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ഷോ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ഇനി CPU എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ്, നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് CPU എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് രണ്ട് കോമ്പോണന്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്ത കുറെ സിഗ്നൽസ് ആയി മാറും. ഈ സിഗ്നൽസ് മാനേജ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് ALU എന്ന് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയും. അത് എന്ത് ചെയ്യും, ഡാറ്റാസിന്റെ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ALU യൂസ് ചെയ്തിരുന്നത്. അപ്പൊ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്
ഈ ഡാറ്റാസിനും ഇൻസ്ട്രക്ഷൻസിനും സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് മെമ്മറി യൂണിറ്റ്. ഓക്കെ, ഇനി വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. മീൻസ് ഇത് സ്റ്റോർ പ്രോഗ്രാം കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒരിടത്ത് സ്റ്റോർ ചെയ്യുക, ഒരു മെമ്മറി യൂണിറ്റിൽ സ്റ്റോർ ചെയ്യുക, ആവശ്യം വരുമ്പോൾ അതെന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ സിംപ്ലിഫൈഡ് ഫ്ലോ ചാർട്ട് ആണ് താഴെ കൊടുത്തിട്ടുള്ള. ഇൻപുട്ട് സി പി യു ആൻഡ് ഔട്ട്പുട്ട്. സോറി, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സി പി യുവിന്റെ താഴെ ഇതൊരു ആരോ മാർക്കാണ്. ഓക്കെ, ഒരു മെമ്മറിയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ മെമ്മറി എഴുതുള്ളൂ, സോറി. ഓക്കെ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാണ്, വിചാരിക്കരുത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇൻപുട്ട് സി പി യുവിനോട്ട് കൊടുക്കും. സി പി യു എന്ത് ചെയ്യും, മെമ്മറിയിൽ ഡാറ്റ ഇൻസ്ട്രക്ഷൻസും യൂസ് ചെയ്തിട്ട് അതിന് പ്രോസസ് ചെയ്യും ആ ഇൻപുട്ടിനെ. എന്നിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിലോട്ട് കൊടുക്കും. ഇത് മെമ്മറിയാണ്. മെമ്മറി സി പി യു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട്, ആരോ ഉണ്ട്. അപ്പൊ സി പി യുവിന് ഡാറ്റ വേണമെങ്കിൽ മെമ്മറിയിലോട്ടും മെമ്മറിയിൽ നിന്ന് സി പി യുയിലോട്ട് എന്ത് ചെയ്യാം, ഡാറ്റ എടുക്കാനും കൊടുക്കാനും ഒക്കെ സാധിച്ചിരുന്നു. ഓക്കെ, ഇങ്ങോട്ടെന്ന് വെച്ചാൽ സി പി യുവിന്റെ ഡാറ്റ മെമ്മറിയിലോട്ടും, അങ്ങോട്ടെന്ന് വെച്ചാൽ മെമ്മറിന്റെ ഡാറ്റ സി പി യുയിലോട്ടും. ഓക്കെ, ആ രീതിയിലോട്ട് വന്നു. അതാണ് മീൻസ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ ഒരു ഫ്ലോ ചാർട്ട്. മീൻസ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായിരുന്നു തിയറി. എന്റെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ട്രാൻസിസ്റ്റർ ആണ് വന്നത്. ട്രാൻസിസ്റ്റർ വാക്യൂം ട്യൂബ്സിനെ അങ്ങനെ റീപ്ലേസ് ചെയ്തു. ട്രാൻസിസ്റ്റർ ചെറുതാണ്, ഭയങ്കര സ്മോൾ ആയിരുന്നു. 3 പിൻസ് ആണ് കേട്ടോ ട്രാൻസിസ്റ്ററിന്. 2 ടൈപ്പ് ഉണ്ട്, എൻ പി എനും പി എൻ പിയും. പിന്നെ മോർ റിലയബിൾ ആയിരുന്നു, വിശ്വസിക്കാം. പിന്നെ ലെസ് പവർ ഹംഗ്രി ആയിരുന്നു. മീൻസ് അത്ര ഇത് വേണ്ട, എന്താണ്, ഇലക്ട്രിസിറ്റി വേണ്ട അത് വർക്ക് ചെയ്യാൻ. പിന്നെ ഹീറ്റും കുറവായിരുന്നു ജനറേറ്റ് ചെയ്തത്. പിന്നെ ഇത് മാനുഫാക്ചർ ചെയ്യാനും ട്രാൻസിസ്റ്റർ ഭയങ്കര തുച്ഛമായിരുന്നു. മീൻസ് അത്ര പ്രൈസ് ഇല്ല മാനുഫാക്ചർ ചെയ്യാൻ. ഇത് ഇൻവെന്റ് ചെയ്തിരുന്നത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ 1947 ജോൺ ബാർഡിൻ, വാൾട്ടർ ബ്രിട്ടൈൻ ആൻഡ് വില്യം ഷോക്ലി എന്ന 4 സയന്റിസ്റ്റുകാരായിരുന്നു ഇത് ബിൽഡ് ചെയ്തിരുന്നത് ബെൽ ലാബ്സിൽ വെച്ചിട്ട്. കീ ഫീച്ചർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് കോർ മെമ്മറി ആയിരുന്നു, റാം ആയിട്ട്. മീൻസ് പ്രൈമറി സ്റ്റോറേജ് മാഗ്നറ്റിക് കോർ മെമ്മറിയും സെക്കൻഡറി സ്റ്റോറേജ് ഹാർഡ് ഡിസ്കിൽ എന്തായിരുന്നു, മാഗ്നറ്റിക് ഡിസ്ക് എന്ന 2 സ്റ്റോറേജ് യൂണിറ്റ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ പ്രോഗ്രാമിംഗ് ബൈനറിയിൽ നിന്നിട്ട് അസംബ്ലിയിലോട്ട് മാറി. മീൻസ് അസംബ്ലി ലാംഗ്വേജ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ നമ്മൾ പ്രോഗ്രാം ചെയ്താലും അത് മനസ്സിലാവും ആ കമ്പ്യൂട്ടേഴ്സിന്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കമ്പ്യൂട്ടറിന് അനുസരിച്ച് എന്ത് ചെയ്തു, ഇവോൾവ് ചെയ്തു. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ്, പോരാതെ ഹൈ ലെവൽ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും, ഫോർട്ടാനും കൊബാളും. ഓക്കെ, അത് എന്ന് വെച്ചാൽ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമണിന് മനസ്സിലാവുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോ ഇത് ആർക്കിടെക്ചർ സ്പെസിഫിക് ഒന്നും ആയിരിക്കില്ല. മീൻസ് ഹ്യൂമണിന് പ്രോഗ്രാമിംഗ് മനസ്സിലാവണം. ആ രീതിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജ് കുറെ ലാംഗ്വേജസ് ബിൽഡ് ചെയ്തിരുന്നത്. ഓക്കെ, പോപ്പുലർ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഈ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉള്ള പോപ്പുലർ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു IBM 1401 IBM 1620. അപ്പൊ ഇത് സ്മോൾ ആയിരുന്നു, ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു, മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച്. ഓക്കെ, അവരെക്കാളും അടിപൊളിയായിരുന്നു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, കാരണം അത് ചെറുതും ഫാസ്റ്റും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഇത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന്റെ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആയിരുന്നു. 1964 മുതൽ 71 വരെ ആയിരുന്നു ഇതിന്റെ ടൈം പീരീഡ്. മീൻസ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു ടൈം, ഓക്കെ, നേരം അത്രത്തോളം അവരെന്ത് ചെയ്യുന്നു, ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു അവരുടെ ട്രെൻഡ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ IC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് കൊണ്ടുവന്നു. അതില് ഒരു സിംഗിൾ ചിപ്പാണ് ഈ IC എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് കുറെ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ഇൻവെന്റ് ചെയ്തിരുന്നത്, ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഇൻവെന്റ് ചെയ്തത് ജാക്ക് കിൽബി എന്ന ഒരാളായിരുന്നു. മീൻസ് ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ടെക്സാസ് ഇൻസ്ട്രുമെന്റ് പറയുന്ന ഒരു ലാബിൽ നിന്നായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ മെയ്ഡ് കമ്പ്യൂട്ടേഴ്സ് മച്ച് സ്മോളർ, മോർ എഫിഷ്യന്റ് ആൻഡ് ഫാസ്റ്റർ. മീൻസ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറെക്കാളും സ്മോളറും ചെറുതും, മീൻസ് നല്ല എഫിഷ്യന്റ്, പെട്ടെന്ന് പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലും പിന്നെ ഫാസ്റ്ററും ആക്കാൻ സഹായിച്ചിരുന്നു. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു ലെസ് പവർ കൺസപ്ഷൻ ആണ്, കുറച്ച് എനർജി മതിയായിരുന്നു ഇതിന് വർക്ക് ചെയ്യാൻ. പിന്നെ ഫാസ്റ്റർ ഓപ്പറേഷൻസ്, പെട്ടെന്ന് എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാമായിരുന്നു. പിന്നെ അതായത് ചീപ്പർ ആൻഡ് മോർ കോമ്പാക്റ്റബിൾ. മീൻസ് എല്ലാവർക്കും എന്ത് ചെയ്യാം, അഫോർഡ് ചെയ്യാമായിരുന്നു. മീൻസ് അത്രത്തോളം വിലയൊന്നുമില്ല. ഓക്കെ, ഒരു പഴയ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച്. പിന്നെ മൾട്ടി പ്രോഗ്രാമിംഗും അലൗഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് മുന്നത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒരു പ്രോഗ്രാമേ എക്സിക്യൂട്ട് ആവുള്ളൂ. പക്ഷെ
തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ഒരു അഡ്വാൻറ്റേജ് മീൻസ് ഒരു കഴിവെന്ന് പറയുന്നത് കുറെ പ്രോഗ്രാം ഒരു സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് മറ്റേ നമ്മുടെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ഉണ്ടായിരുന്നു. ഓക്കെ, ആഡഡ് ഫീച്ചർ കുറച്ചും കൂടി ഫീച്ചേഴ്സ് എന്തൊക്കെ ആഡ് ചെയ്തു, നമുക്ക് ഇൻപുട്ട് ആയിട്ട് കീബോർഡും ഔട്ട്പുട്ട് ആയിട്ട് മോണിറ്ററും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ജനറേഷനിൽ എങ്ങനെയായിരുന്നു, പഞ്ചഡ് കാർഡ്സും പേപ്പർ ടേപ്സും ആയിരുന്നു ഇൻപുട്ടും ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ അപേക്ഷിച്ച് ഇപ്പൊ എന്താ കീബോർഡ്സും മോണിറ്റേഴ്സും ആക്കി. സോളിഡ് സ്റ്റേറ്റ് മെമ്മറി, മാഗ്നറ്റിക് കോർ ആയിരുന്നു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലെ പ്രൈമറി മെമ്മറി, അത് മാറ്റി ഇപ്പൊ സോളിഡ് സ്റ്റേറ്റ് മെമ്മറി ആക്കി. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആക്സസിങ് സ്പീഡ് കൂടും. പ്രോസസ്സറിന് ഡാറ്റ ഈ മെമ്മറിയിൽ നിന്ന് വേണമെങ്കിൽ പെട്ടെന്ന് എടുക്കാമായിരുന്നു, അതിന് ഒരുപാട് ഡിലേ ഒന്നും ഉണ്ടാവില്ല. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് വന്നു എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് എന്ത് ചെയ്യാൻ അകത്തുള്ള ഹാർഡ്വെയർ കോമ്പോണൻസ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ വെച്ചാൽ പോലെ ഒരു സർക്യൂട്ടിനകത്ത് ഒരു ബോർഡിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഓർഗനൈസ് ആവും. മീൻസ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്പേസ് എക്സ്ട്രാ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം കുറയ്ക്കാം. ആ രീതിയിലോട്ട് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജും തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ വന്നത്. ബേസിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അത് ഈസി ടു ലേൺ ആയിരുന്നു, പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, അതിന്റെ ഒരു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന IBM 360യും IBM 370യും ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രത്യേകത, ഈ IBM 360 370 എന്തായിരുന്നു, മച്ച് പവർഫുൾ ആയിരുന്നു, വൈഡ് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജനങ്ങൾ സ്വീകരിച്ചു. ബിസിനസ് ഏരിയാസ്, സ്കൂൾസ്, ഗവൺമെന്റ്സ് ഇവരൊക്കെ എന്ത് ചെയ്തു, യൂസ് ചെയ്യാൻ തുടങ്ങി ഈ ഒരു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഇനി ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ 1971 മുതലായിരുന്നു തുടങ്ങിയത്. ഓക്കെ, മൈക്രോ പ്രോസസർ ആയിരുന്നു മെയിൻ ടെക്നോളജി. മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ചിപ്പാണ്, ഇതാണ് CPU ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ലാർജ് സ്കെയിൽ നിന്നിട്ട് വെരി ലാർജ് സ്കെയിലോട്ട് എന്ത് ചെയ്തു, ഇവോൾവ് ചെയ്തു. ഈ ലാർജ് സ്കെയിൽ വെരി ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഇടങ്ങളിൽ നിന്ന് വലിയ വലിയ ഇടങ്ങളിലോട്ട് മീൻസ് എക്സ്പാൻഡ് ചെയ്തു, കുറെ ഇടങ്ങളിലോട്ട് എന്ത് ചെയ്തു, കമ്പ്യൂട്ടേഴ്സ് വരാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ഒരു IC എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, മില്യൺസ് എന്ന് വെച്ചാൽ ദശലക്ഷക്കണക്കിനുള്ള ട്രാൻസിസ്റ്റേഴ്സും റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ആണ് കൊണ്ടുവന്നിരുന്നത്, മീൻസ് ഉൾപ്പെടുത്തിയിരുന്നായിരുന്നു. അപ്പോ ഇതിനെന്താണ് നമ്മുടെ ICയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു, കുറച്ച് മീൻസ് ഒരു അളവിന് അത്രേ ഉണ്ടാവുള്ളൂ ട്രാൻസിസ്റ്റർ, പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അതേപോലത്തെ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഒരു ചിപ്പിന്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇന്റൽ കോർ i7 ആണ് അതിന്റെ ഒരു എക്സാമ്പിൾ മോഡേൺ മൈക്രോ പ്രോസസറിന്റെ. പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഈ ഫോർത്ത് ജനറേഷൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്മോളർ ഇൻ സൈസ് ആയിരുന്നു, പഴയ ജനറേഷനെ അപേക്ഷിച്ച് ചെറുതായിരുന്നു, പെട്ടെന്ന് നല്ല ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആയിരുന്നു, ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, നിറയെ സ്റ്റോറേജ് തന്നു, പെട്ടെന്ന് പ്രോസസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനുണ്ട്. ആൻഡ് ഒരുപാട് വലിയ സ്ഥലമൊന്നും വേണ്ട അത് ഫിറ്റ് ചെയ്യാൻ, ഒരു കയ്യിൽ ഒതുങ്ങുന്ന ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് മാറി. ഓക്കെ, പിന്നെ ഇത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സോട്ട് ഷിഫ്റ്റ് ആയി. ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക് എന്ന പുതിയൊരു സബ്ജക്ട് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇന്റർനെറ്റ്, ഓക്കെ, വേൾഡ് വൈഡ് വെബ്, ഇതൊക്കെ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു ഫോർത്ത് ജനറേഷനിലോട്ട്. പിന്നെ യൂസർ ഫ്രണ്ട്ലി ആയി, ലെസ് കോസ്റ്റ്ലി ആയി, വൈഡ്ലി അവൈലബിൾ. ഓക്കെ, എന്ന് വെച്ചാൽ യൂസർ ഫ്രണ്ട്ലി, യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ കോസ്റ്റ്ലി എന്ന് വെച്ചാൽ കുറവായിരുന്നു, അത്ര വിലയില്ല, കമ്പ്യൂട്ടേഴ്സിന് മുന്നേ നോക്കുമ്പോൾ അത്ര വിലയില്ല ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. പിന്നെ വൈഡ്ലി അവൈലബിൾ ആയിരുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യാം കിട്ടുമായിരുന്നു. ഓക്കെ, പിന്നെ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറാണ്. ഈ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഹ്യൂമൻ ഇന്റലിജൻസിനെ മിമിക് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ടെക്നോളജി. ഓക്കെ, ആൻഡ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താ, നമ്മുടെ സിസ്റ്റത്തിനെ സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും പിന്നെ എന്താണ് പഠിക്കാനും ഒക്കെ ഒരു സ്കിൽഡ് ട്രെയിൻ മീൻസ് ഒരു കഴിവ് കൊണ്ടുവന്നു നമ്മുടെ കമ്പ്യൂട്ടറിന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പിന്നെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്, മീൻസ് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, പക്ഷെ ഡെവലപ്പ് ചെയ്തതിന്റെ കുറച്ച് പരിണാമമായിട്ട് നമുക്ക് എന്ത് കിട്ടി, കുറെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഉണ്ട്. സ്പീച്ച് റെക്കഗ്നിഷൻ, പിന്നെ ഫേസ് റെക്കഗ്നിഷൻ, ഇതൊക്കെ ഓരോ ഫീച്ചേഴ്സ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ. അപ്പൊ നമുക്കറിയാം യൂട്യൂബ് പറഞ്ഞാൽ നമ്മൾ വോയിസിൽ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് എന്ത് ചെയ്യും, യൂട്യൂബ് തരും, അതിലൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ റോബോട്ട്സ്, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്, അത് പഠിച്ചതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. ഓക്കെ, പിന്നെ AI എന്താണ്, AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്തിരി അവിടെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻസിന്റെ എഫേർട്ട് കുറയ്ക്കാൻ, അപ്പൊ ഹ്യൂമൻസിന്റെ രീതിയിൽ കമ്പ്യൂട്ടറിനെ തിങ്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു സ്റ്റഡിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കമ്പ്യൂട്ടേഴ്സ് തന്നെത്താൻ സോൾവ് ചെയ്യാം. ഓക്കെ, ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ തന്നെത്താൻ ഡിസിഷൻ എടുക്കാതെ സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൊണ്ടുവരലാണ് AI ജോലി. പിന്നെ AI നമുക്ക് ഒരു കോമൺ ലാംഗ്വേജസ് ഏതൊക്കെയാണ് AI പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി, LISP യും പ്രൊലോഗും.
പിന്നെ ഗോൾ ഓഫ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ ഗോൾ എന്തൊക്കെയാണ്? മെഷീൻസിന്റെ നാച്ചുറൽ ലാംഗ്വേജ് മനസ്സിലാവണം, എക്സ്പീരിയൻസിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം, പിന്നെ സെൽഫ് ഓർഗനൈസും. അപ്പോൾ തന്നെ താൻ പഠിക്കുന്നതനുസരിച്ച് കാലങ്ങൾ ഇങ്ങനെ മാറുന്തോറും എന്താണ് സെൽഫ് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അതായിരുന്നു ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ മീൻസ് ഗോള്. അപ്പൊ കമ്പ്യൂട്ടിംഗ് എന്താണ്? കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാസ് പ്രോസസ് ചെയ്യാം, ഓക്കെ, അതിന് സ്റ്റോർ ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം. അതാണ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഡാറ്റനെ എന്ത് ചെയ്യാം, കിട്ടിയ ഡാറ്റനെ പ്രോഗ്രാം അനുസരിച്ച് എന്ത് ചെയ്യാം, പ്രോസസ് ചെയ്യാം. എന്നിട്ട് അതിനെ സ്റ്റോർ ചെയ്യാം, പിന്നെ ഡിസ്പ്ലേ ചെയ്യാം. എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് 2 നമ്പർ കിട്ടി, ആ 2 നമ്പറാണ് ഡാറ്റ, അതിനെ ആഡ് ചെയ്യണം, അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ അതെന്ത് ചെയ്യാം, അതിനെ പ്രോസസ് ചെയ്തു, പ്രോഗ്രാം അനുസരിച്ച് ആഡ് ചെയ്തു. എന്നിട്ട് അത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെമ്മറി സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോണിറ്ററിലോട്ട് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ മുന്നത്തെ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയായിരുന്നു? ഒരു സമയത്ത് ഒരു ടാസ്കേ ചെയ്യുള്ളൂ, ഫിക്സ്ഡ് ടാസ്ക് ആയിരുന്നു. ഇവിടെ മെക്കാനിക്കൽ സ്വിച്ചസും ജമ്പർ വയേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ സ്റ്റോർ പ്രോഗ്രാം കോൺസെപ്റ്റിന്റെ ബ്രേക്ക് ത്രൂ എന്താണ്? ജോൺ വോൺ ന്യൂമാൻ ആണ്. നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോൺ വോൺ ന്യൂമാൻ ആയിരുന്നു ഇത് കണ്ടുപിടിച്ചിരുന്നത്. പിന്നെ ഡാറ്റാസും പ്രോഗ്രാംസും ഒരേ ഏരിയയിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. പ്രോഗ്രാമിംഗ് ഈസി ആക്കി, മെയ്ഡ് ദ പ്രോഗ്രാമിംഗ് മച്ച് ഈസിയർ ആൻഡ് ഡൈനാമിക്. ഒഗസ്റ്റ അഡാ ലവ്ലേസ് എന്ന് പറയുന്ന ഒരു വിമൺ ആയിരുന്നു. ആൻഡ് ഷി വാസ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയിരുന്നു. ഓക്കെ, വേൾഡിലെ ആദ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയിരുന്നു. ആൻഡ് ചാൾസ് ബാബേജിന്റെ അനാലിറ്റിക്കൽ എഞ്ചിനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ആദ്യത്തെ അൽഗോരിതം, മെഷീൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ അൽഗോരിതം ഒഗസ്റ്റ അഡാ ലവ്ലേസ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു കമ്പ്യൂട്ടറിന് ഒരു ഡാറ്റ പെർഫോം മീൻസ് ഒരു കാര്യം ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭാഷയുണ്ട്, കമ്പ്യൂട്ടറിനോട് പറയുന്ന ഭാഷയാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കുറച്ച് ടൈപ്സ് ഉണ്ട്, 3 ടൈപ്പാണ് ബേസിക്കലി. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസിന്റെ കോമ്പിനേഷൻസ് ആണ്. അപ്പൊ മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ഈ മെഷീനിൽ സീറോസ് ആൻഡ് വൺസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ഒരു സാധനം അപ്പുറത്ത് കൊടുത്തത് ചിലപ്പോൾ വർക്ക് ആവില്ല. മീൻസ് 101010 എന്റെ കമ്പ്യൂട്ടറിൽ വർക്ക് ആവും, 101010 മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ആവണമെന്നില്ല. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അർത്ഥമായിരിക്കും ആ കമ്പ്യൂട്ടറിന്. അതായിരുന്നു ഹ്യൂമനെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അസംബ്ലി ലാംഗ്വേജിലോട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. അസംബ്ലി ലാംഗ്വേജിൽ എന്താണ്? ന്യൂമോണിക്സ് ഉണ്ട്, മീൻസ് സിമ്പിൾസ് ഉണ്ട്. ഈ സിമ്പിൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. മീൻസ് മൂവ്, ആഡ് എന്ന ഇതൊക്കെ ഓരോ സിമ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, മൂവ് എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യാം, ആഡ് എന്ന് വെച്ച് എന്താ, അഡീഷൻ പെർഫോം ചെയ്യാം. അപ്പോൾ ഇത് ലോ ലെവൽ ലാംഗ്വേജിനെ കാട്ടി കുറച്ചും കൂടി എന്തായിരുന്നു, അഡ്വാൻസ്, മീൻസ് മനസ്സിലാവുമായിരുന്നു, അത്ര ബുദ്ധിമുട്ടില്ല പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ EDSAC എന്ന ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു ആദ്യമായിട്ട് എന്ത് ചെയ്ത് അസംബ്ലി ലാംഗ്വേജിനെ അഡോപ്റ്റ് ചെയ്തത്. അടുത്ത ഹൈ ലെവൽ ലാംഗ്വേജ്, ഇപ്പോഴത്തെ C++, ജാവ, ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജിന്റെ എക്സാമ്പിൾ ആണ്. നമുക്കത് മനസ്സിലാവുന്നുണ്ട് അത് എന്തിനാണ്. മീൻസ് ഓരോന്നിനും പേരുണ്ട്. അപ്പൊ ആ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ഇപ്പൊ മെഷീൻ ഇൻഡിപെൻഡന്റ് ആണത്. മീൻസ് നമുക്ക് ഈ ഒരു മെഷീനിൽ അത് അവിടെ എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സിന്റാക്സ്, അത് തന്നെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഫോർട്ടൻ, ലിസ്റ്റ്, ഇതൊക്കെ പഴയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജസ് തന്നെയാണ്. പിന്നെ അൽഗോരിതം എന്താണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്താണ്. ഓക്കെ, അൽഗോരിതം എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ഇത് പ്രോഗ്രാം അല്ല, ഇത് എന്താണ്, ഇത് വന്നിട്ട് നമ്മൾ പേപ്പറിലും പേനയിലും വെച്ച് പേപ്പറിൽ എഴുതുന്ന ഒരു തരം പ്രൊസീജിയർ ആണ്. അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം കിട്ടി, അത് എങ്ങനെ സോൾവ് ചെയ്യാം, അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അൽഗോരിതത്തിനും കുറെ കാര്യങ്ങളുണ്ട്. അൽഗോരിതം എന്തായിരിക്കണം, കറക്റ്റ് ഓർഡറിലായിരിക്കണം. മീൻസ് 2 നമ്പർ ആഡ് ചെയ്യുന്നതിന് മുന്നേ 2 നമ്പർ കിട്ടണം. അപ്പൊ നമ്മൾ ആദ്യം 2 നമ്പർ മേടിച്ചിട്ട് ആഡ് ചെയ്യണം. ഇന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അൽഗോരിതം എഴുതണം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ആഡ് ചെയ്തിട്ട് 2 നമ്പർ വാങ്ങണം എന്ന് പറയുന്നത് തെറ്റല്ലേ. അപ്പൊ നമുക്ക് മീൻസ് ഒരു ക്ലിയർ ആൻഡ് കൺസൈസ് പ്രൊസീജിയർ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻസും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അൽഗോരിതത്തിന് ഉണ്ടായിരുന്നു. അൽഗോരിതം എഴുതി കഴിഞ്ഞാൽ അതിനെ പ്രോഗ്രാമിലോട്ട് മാറ്റാൻ പറ്റണം, ആ ഒരു ഇതുണ്ട്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടിങ്ങിന്റെ തിയറി. ഓക്കെ, സ്റ്റഡീസ് ഹൗ കമ്പ്യൂട്ടർ സോൾവ് പ്രോബ്ലം മാത്തമാറ്റിക്കൽ ലോജിക്കലി യൂസസ് മോഡൽസ്. അപ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അതിന്റെ മാത്തമാറ്റിക്കലി ഒരു ലോജിക്കലി എങ്ങനെയാണ് കമ്പ്യൂട്ടർ സോൾവ് ചെയ്യുക എന്നാണ് തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറെ കമ്പ്യൂട്ടേഷൻ മോഡൽസ് ഉണ്ട്. ഇത് കമ്പ്യൂട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻസ് കമ്പ്യൂട്ടേഷൻ മോഡൽസ് എന്ന് പറയുന്നത് ഇതൊരു അബ്സ്ട്രാക്ട് മോഡലാണ്. ഇത് ഫിസിക്കലി ഇല്ല, പക്ഷെ വെർച്വലി നമുക്ക് എന്ത് ചെയ്യാം, മീൻസ് സാങ്കല്പിക കമ്പ്യൂട്ടേഴ്സ് ആണ്. അതിലൊന്നാണ് ട്യൂറിംഗ് മെഷീൻ. ട്യൂറിംഗ് മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതിന് മുന്നേ തിയററ്റിക്കൽ കുറെ ട്യൂറിംഗ് മെഷീൻ പഠിക്കണമായിരുന്നു. മീൻസ് നമ്മൾ പഠിക്കാം. ആൻഡ് തിയററ്റിക്കലി കുറച്ചുണ്ട്. ഒരു പെട്ടി വരയ്ക്കുക, അതാണ് ട്യൂറിംഗ് മെഷീൻ. അതിന് ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കൊടുക്കുന്നു, ഇതൊക്കെയാണ്
അപ്പോൾ അതിന്റെ തിയററ്റിക് മോഡൽ ഓക്കെ. അലൻ ട്യൂറിംഗ് ആയിരുന്നു അതിന്റെ കോൺട്രിബ്യൂഷൻ ട്യൂറിംഗ് മെഷീന്റെ. അപ്പോൾ അതുകൊണ്ട് അലൻ ട്യൂറിനെ മോഡേൺ കമ്പ്യൂട്ടർ സയൻസിന്റെ ഫാദർ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നു. അലൻ ട്യൂറിനാണ് ട്യൂറിംഗ് മെഷീൻ ഡെവലപ്പ് ചെയ്തിരുന്നത്, അൽഗോരിതംസ് കമ്പ്യൂട്ടേഷൻസും കൊണ്ടുവന്നിരുന്നത്. പിന്നെ ട്യൂറിംഗ് ടെസ്റ്റും അലൻ ട്യൂറിൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വഴിത്തിരിവിലോട്ടാണ് ട്യൂറിംഗ് മെഷീൻ ട്യൂറിംഗ് ടെസ്റ്റ് പ്രപ്പോസ് ചെയ്തിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ വേറെ വർക്കാണ് വേറെ കുറെ വർക്ക് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ മോഡേൺ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഫാദർ ആയിട്ട് ആരാണ് പറയാ നമ്മൾ അലൻ ട്യൂറിംഗ്. കമ്പ്യൂട്ടറിന്റെ ഫാദർ ആരാണ് ചാൾസ് ബാബേജ്. ഓക്കെ. അപ്പൊ ട്യൂറിംഗ് മെഷീൻ എന്താണ്? ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കമ്പ്യൂട്ടർ മോഡലാണ് പ്രപ്പോസ്ഡ് ബൈ അലൻ ട്യൂറിംഗ് ഇൻ 1936. 1936 അലൻ ട്യൂറിംഗ് ഒരു സയന്റിസ്റ്റ് ആണ്, മാത്തമെറ്റീഷ്യൻ, കമ്പ്യൂട്ടർ സയന്റിസ്റ്റ്, അങ്ങനത്തെ ഒരാളായിരുന്നു. ഇദ്ദേഹം ഹൈപ്പോത്തറ്റിക്കൽ കമ്പ്യൂട്ടർ മോഡൽ മീൻസ് സാങ്കല്പിക മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഒരു പ്രോബ്ലം കൊണ്ടുവന്ന് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ സോൾവ് ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടർ മോഡൽ അലൻ ട്യൂറിംഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കോമ്പോണൻസ് എന്തൊക്കെയായിരുന്നു? ടേപ്പ്, സിമ്പിൾ, റീഡ് റൈറ്റ് ഹെഡ്, ട്രാൻസിഷൻ ടേബിൾ. അപ്പോൾ ടേപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്. ഓക്കെ. സിമ്പിൾസ് എന്ന് പറയുന്നത് മീൻസ് ടേപ്പ് ഇൻപുട്ട് ഒരു മീഡിയം ആണ് ടേപ്പ്. അതിന്റെ അകത്തുള്ള സിമ്പിൾസ് ആണ് ഇവ 0, 1. ഇതാണ് ഡാറ്റ. റീഡ് റൈറ്റ് ഹെഡ് എന്താ ചെയ്യുക? ഒരു കോമ്പോണന്റ് ആണ് റീഡ് റൈറ്റ് ഹെഡ്. ഓരോ ടേബിളിലുള്ള സെൽസിൽ ഓരോ എന്തൊക്കെ സിമ്പിൾസ് ഉണ്ടോ അത് റീഡ് ചെയ്യുക, എന്തെങ്കിലും ട്രാൻസിഷൻ ടേബിളിന്റെ അനുസരിച്ച് അത് എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യുക. അപ്പോൾ പ്രോഗ്രാം ആരായിരുന്നു? ട്രാൻസിഷൻ ടേബിൾ ആയിരുന്നു. ഓക്കെ. ട്രാൻസിഷൻ ടേബിളിന് അനുസരിച്ച് എന്ത് ചെയ്യും? റീഡ് റൈറ്റ് ഹെഡ് ടേപ്പിലുള്ള സിമ്പിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതാ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? റീഡ് റൈറ്റ് ഹെഡ്, ദ ഹെഡ് റീഡ്സ് എ സിമ്പിൾ ബേസ്ഡ് ഓൺ ദ കറന്റ് സ്റ്റേറ്റ്, ഇറ്റ് റൈറ്റ്സ് എ ന്യൂ സിമ്പിൾ, മൂവ്സ് ലെഫ്റ്റ് ഓർ റൈറ്റ്. ഓക്കെ. ചേഞ്ച് ടു എ ന്യൂ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പിലും റീഡ് റൈറ്റ് ഹെഡ് ഒരു സെല്ല് റീഡ് ചെയ്യും. ഓക്കെ. എന്താണ് സിമ്പിൾ ആ സെല്ലിന്റെ അകത്ത്? ഓക്കെ. ആ ഒരു ടേപ്പിന്റെ അകത്ത് കുറെ സെൽസ് ഉണ്ട്. ആ ഒരു സെൽസിന്റെ അകത്ത് സിമ്പിൾസ് ഉണ്ട്. ഓരോ സിമ്പിൾസിന് എന്താ എഴുതിയിരിക്കുന്നത്? കറന്റ് സ്റ്റേറ്റ് അനുസരിച്ച് അത് വായിക്കും. വായിച്ച് റൈറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ചെയ്യും. എന്നിട്ട് ഹെഡ് എന്ത് ചെയ്യും? അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ മാറും. പിന്നെ ഒരു പുതിയ സ്റ്റേറ്റിലോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ആൻഡ് നമ്മുടെ പാഠം കഴിഞ്ഞു, ചാപ്റ്റർ 1. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.